ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചുരിദാറിൻ്റെ നെക്ക് അടിക്കുന്നതിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ചുരിദാർ തയ്ക്കാനായിട്ടൊക്കെ പഠിക്കണവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇത് ക്യാൻവാസ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ നെക്ക് തയ്ച്ചെടുക്കാമെന്ന് കാണിക്കുന്നത്. രണ്ട് രീതിയിൽ ഞാനിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടും കാണണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചുരിദാറിൻ്റെ ബോഡി പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ആ ബോഡി പീസിൻ്റെ ഉള്ളിൽ വെച്ച് വേറൊരു പീസ് വെച്ചാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസ് നമുക്ക് എത്ര നീളത്തിലും വീതിയിലും കിട്ടിയാലും കുഴപ്പമില്ല. അത് ഉള്ളിലേക്ക് അടിച്ച് മറിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ ഇത്രയും ഉള്ള ഒരു പീസാണ് കിട്ടിയേക്കണത്. അതിൻ്റെ തന്നെ ഒരു ഭാഗത്ത് ഇതേപോലൊരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഷേപ്പിൽ തന്നെ കേട്ടോ അത് മുറിച്ചെടുക്കണത്. സ്ക്വയറായിട്ടിട്ടുണ്ടെങ്കിൽ സ്ക്വയറായിട്ടും നമുക്ക് തയ്ക്കട്ടോ. തയ്ക്കാനുള്ള എളുപ്പത്തിന് അങ്ങനത്തെ എടുക്കണമായിരിക്കും നല്ലത്. ഇതിപ്പോൾ എനിക്കിങ്ങനെ ഈ ഷേപ്പിൽ ഒരു ഭാഗം കിട്ടിയാലുണ്ട്, മറ്റേ ഭാഗം ആ ഷേപ്പാക്കി എടുത്താണ്. ഇതിപ്പോൾ 5 ഇഞ്ച് വീതിയും ഒരു 9 ഇഞ്ച് ലെങ്ത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രയും വേണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്ത് കട്ട് ചെയ്ത് കളയാം. നമുക്ക് അതനുസരിച്ചിട്ട് തുന്നി അടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അരിക് ഒരു തവണ മടക്കി അടിക്കുകയാണ് ചെയ്യണത്. മടക്കി അടിച്ചില്ലെങ്കിൽ കാര്യം അകത്തേക്ക് മറിച്ചിടണമെങ്കിലും അരിക് മടക്കി അടിച്ചെടുക്കുന്നതാണ് വൃത്തി. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ അരിക് ഒരു കാരണവശാലും വലിക്കരുത്. ഇങ്ങനെ പതിയെ പതിയെ നമ്മൾ കൈവച്ച് കൊടുത്താൽ അത് മിഷ്യത്തിൻ്റെ പ്രഷർ ഫൂട്ടിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ പതിയെ നീങ്ങി തന്നെ പൊക്കോളും. അങ്ങനെ ആകുമ്പോൾ പൊളച്ചിലോ ചുരുക്കമൊന്നും വരാണ്ട് വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ മടക്കിയിട്ട് ഒരു കൈ വെച്ചിങ്ങനെ വലിക്കുമ്പോഴാണ് അത് വലിഞ്ഞു പോയി, നമ്മളറിയൂല. പക്ഷേ അത് വലിയും. കൈയുടെ ആ ബലം കൊണ്ട് തന്നെ ചെറിയൊരു ബലം കിട്ടിയാൽ മതി, അത് വലിഞ്ഞു പോകും. ഇതിപ്പോൾ നെക്കിൻ്റെ കാര്യത്തിൽ എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് വയ്ക്കുക. പക്ഷേ ഈ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ അടിഭാഗമൊക്കെ മടക്കിയടിക്കുമ്പോൾ നമുക്ക് ഇത് ഉപകാരപ്പെടും. ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ചുരിദാറിൻ്റെ അടിഭാഗം മടക്കിയടിക്കണ കാണിക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ എങ്ങനെ വൃത്തിയായിട്ട് അടിക്കുക എന്നുള്ളത് അതൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഞാൻ ആ പീസ് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളത് വരച്ച് കൊടുക്കണം. നമുക്ക് സെൻറ്റർ അറ്റം വരെ അറിയണ്ടേ നെക്കിൻ്റെ ഭാഗം. ഇതിപ്പോൾ തയ്യൽ പഠിച്ചെടുക്കണവരാകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ തെറ്റില്ലാണ്ട് തയ്ച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു തവണ ചെയ്യുമ്പോഴത്തേനും ശരിയായില്ല എന്ന് പറഞ്ഞ് ആരുടെ മനസ്സ് മടക്കരുത്. ചെയ്താണ് എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് തന്നെ തയ്ക്കാൻ പറ്റണത്. ഇപ്പോൾ നമ്മൾ ചുരിദാർ പീസ് എടുത്തിട്ടുണ്ട്, ബോഡി പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരിദാറിൻ്റെ ബോഡി പീസുമ്പോൾ ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്ത് നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ചെയ്യണത്. ഒരു മെത്തേഡ് ഇതാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഏത് രീതിയാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നിയാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ക്യാൻവാസ് ഇല്ലാണ്ട് ചെയ്യണ ഇതാണ്. ക്യാൻവാസ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ അകലത്തിനും ഒക്കെ എടുക്കണ വ്യത്യാസം വരും. ക്യാൻവാസ് ഇട്ട് ചെയ്യണതിൻ്റെ അളവായിരിക്കില്ല ക്യാൻവാസ് ഇല്ലാണ്ടൊക്കെ ചെയ്യുമ്പോൾ. ക്യാൻവാസ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കൂടി കണക്കാക്കി എടുക്കുമല്ലോ. ക്യാൻവാസിൽ ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് കണക്കാക്കാണ്ട് എടുക്കും, കണക്കാക്കി എടുക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് തയ്യൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 3 ഇഞ്ച് വിഡ്ത്താണ് നമ്മുടെ നെക്ക് വേണ്ടത്. 3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ തയ്യൽ തുമ്പ് കഴിച്ചിട്ടാ. 3.25 ഇഞ്ച് വെച്ചാണ്, 4 ഇഞ്ചാണ് നെക്കിന് തയ്യൽ തുമ്പ് കണക്കാക്കിയേക്കണം. 3.25 ഇഞ്ചാണ് അപ്പോൾ ഫിനിഷിങ് നമുക്ക് വേണ്ടത്. അപ്പോൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കഴിച്ചിട്ട് 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. തയ്ച്ച് വരുമ്പോൾ 3.25 നമുക്ക് കിട്ടും. കഴുത്തിൻ്റെ നെക്ക് നമ്മൾ ആ വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് ചിരിച്ചാണ് പിടിച്ചേക്കുന്നത്, മാർക്ക് ചെയ്യണം. അങ്ങനെ പിടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ലെങ്ത്ത് കിട്ടും. അതുകൊണ്ടാണ് ആ രീതിയിൽ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ടായി. ഞാനിട്ടത് മാർക്ക് ചെയ്ത് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കത് വലിഞ്ഞു പോകുമോ നീങ്ങി പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോഴും വൃത്തിയായിട്ട് ചെയ്യാമെന്ന് കാണിക്കാനാണ് ഇത് ഞാൻ ചെയ്തേക്കണേ. ഇതിലും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ് ഞാൻ ബാക്ക് നെക്ക് അടിക്കുമ്പോൾ കാണിച്ചേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് യൂസ്ഫുൾ എന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടാണ് തയ്ക്കണമെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾക്ക് പരീക്ഷിക്കാം. സിമ്പിളായിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. നമ്മൾ വരക്കാണ്ടും പിൻ ചെയ്യാണ്ടും ഒക്കെ ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ തുടക്കക്കാർക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകും. തയ്ച്ച് നല്ല എക്സ്പെർട്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. അപ്പം ഞാനിപ്പം ചുരിദാറിൻ്റെ നെക്ക് പീസ് വെട്ടിയത് വെച്ച് ഈ പീസുമ്മ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ തയ്ക്കാനുള്ള എളുപ്പത്തിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടേണ്ട ആവശ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ തുടക്കക്കാർക്ക് ഇതൊക്കെ വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതേപോലെ വെച്ച്, അല്ലാണ്ടൊരു പീസുമ്പോൾ നമ്മൾ കൊണ്ടുപോയി നെക്ക് വെച്ച് ചെയ്യുമ്പോൾ അടിഭാഗമൊക്കെ നമുക്കൊരു ശരിക്ക് കിട്ടുമായിരിക്കും. പക്ഷേ മോൾ ഭാഗം ചിലപ്പോൾ വിടർന്ന് പോയെന്ന് വരും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് ഇങ്ങനെ വച്ച് പിൻ ചെയ്ത് കാണിക്കണേ കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ നീങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഞാൻ 2 ഭാഗത്തും പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലും പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിഷ്യത്തുമ്മ വെച്ച് തയ്ച്ച് ചെയ്യുമ്പോൾ ഇത് ഒരു കാരണവശാലും നീങ്ങി പോകില്ല. അപ്പോൾ നമുക്ക് പറ്റാവുന്നിടത്തൊക്കെ അതുപോലെയൊക്കെ വെച്ച് പിൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അറ്റത്ത് നിന്ന് അടിച്ച് തുടങ്ങി മറ്റേ അറ്റെത്തുമ്പോഴത്തേന് എന്തായാലും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു വ്യത്യാസം വരും, ചെറിയൊരു കോടലൊക്കെ വരാം. നമ്മൾ ക്യാൻവാസ് ഇല്ലാണ്ട് തയ്ക്കണതുകൊണ്ട് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെച്ചെടുക്കാൻ നോക്കണം. തയ്യൽ പഠിക്കുമ്പോൾ എന്തായാലും നമുക്ക് ക്യാൻവാസൊക്കെ ഒട്ടിച്ച് തയ്ച്ച് പഠിക്കലൊന്നും നടക്കില്ല. അപ്പോൾ തയ്യൽ ഏകദേശം പഠിച്ച് നമ്മളൊരു 1-2 ചുരിദാറൊക്കെ തയ്ച്ച് റഫായിട്ട് തയ്ച്ച് നോക്കിയിട്ട് നമ്മുടെ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ആ ക്യാൻവാസൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടൊക്കെ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ബേസ് മോഡൽ അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ പിൻ ചെയ്ത് വെച്ചത് അതുപോലെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഞാൻ അടിച്ചെടുക്കണം. അപ്പോൾ തയ്ക്കേണ്ട ആ ഭാഗം വരുമ്പോൾ ആ പിന്നെ അവിടെ നിന്ന് മാറ്റി മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഒരു പോയിൻ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാണ്ട് നമുക്ക് കിട്ടും. തയ്ക്കുമ്പോൾ കുറച്ച് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. തയ്ക്കുമ്പോൾ നല്ല ക്ഷമയോടുകൂടി നല്ല താല്പര്യത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയയും കൂടിയും തയ്യലിൽ വരുത്താം. ഇപ്പോൾ ഒരാൾ പറഞ്ഞു തന്നത് അതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ ഉള്ളതല്ലേ, നമുക്കും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചാൽ നമുക്ക് എന്തെങ്കിലും വഴികളൊക്കെ കിട്ടും. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അകലത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. കഴുത്തെല്ലാം ആ പാകത്തിന് തന്നെ വെച്ചാണ് തയ്ച്ചേക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് ഞാൻ ഇതേപോലെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കഴുത്ത് അടിച്ച് മറിക്കണ കഴുത്താകുമ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ അരികത്ത് കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് സ്റ്റിച്ചുമ്പോൾ കൊള്ളാണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കത്രികയുടെ തുമ്പ് വെച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. തുമ്പ് വെച്ച് കട്ട് ചെയ്തില്ല എങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ കത്രിക ഇത്തിരി കയറിപ്പോയാൽ നമ്മുടെ കഴുത്തിൻ്റെ സ്റ്റിച്ചിന്മ കൊള്ളും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. പിന്നെയും കഴുത്ത് ഇറക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി കഴുത്ത് പോകും. കഴുത്തിന് കൂടുതൽ ഇറക്കം വരും. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗമൊക്കെ അടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ചുറ്റിനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. തയ്യലിൽ എന്തായാലും നമ്മുടെ ശ്രദ്ധയാണ് നമ്മുടെ കയ്യൊപ്പ്. അതുകൊണ്ട് ചെയ്യണത് എത്ര ചെറിയ കാര്യമാണെങ്കിലും ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി തന്നെ ചെയ്യാട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ച്ചെടുത്ത പീസ് നമുക്ക് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് പുറം കാണി അടിക്കാം, ചുറ്റിനും ഇതേപോലെ പതിച്ച് വെച്ച് അടിക്കാം. എന്നിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യണത് ഇത് രണ്ടും ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അരികത്ത് കൂടെ കൂട്ടിയടിച്ചെടുക്കേണ്ട ചെയ്യണത്. നല്ല പുറത്ത് പോകുമ്പോൾ കിട്ടുന്ന ചുരിദാറൊക്കെ ആണെങ്കിൽ നമുക്ക് പതിച്ച് വെച്ച് അടിച്ചിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കണമായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന ചുരിദാറായതുകൊണ്ട് ഇത് ഒപ്പം വച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ മുകളിൽ കാണും കേട്ടോ ഇങ്ങനെ അടിച്ചാൽ. മറ്റേത് പതിച്ച് വെച്ച് അടിക്കുകയാണെങ്കിൽ ആ അടിക്കണ സ്റ്റിച്ച് ഉള്ളിൽ പൊക്കോളും. നമ്മൾ പിടിപ്പിക്കണ പീസുമ്പോഴാണല്ലോ പതിച്ച് വെച്ച് അടിക്കണത്. ഇതിങ്ങനെ 2 പീസ് ഒപ്പം വെച്ചടിക്കുമ്പോൾ ഈ സ്റ്റിച്ച് മുകളിൽ കാണും. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഐഡിയ പോലെ ചെയ്യാട്ടോ. ഈ കഴുത്തിങ്ങനെ അടിക്കുമ്പോഴും നമ്മൾ വലിക്കൊന്നും ചെയ്ത് ആ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആ സ്റ്റിച്ച് തയ്ച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കത് ഹെമ്മിങ് ചെയ്തെടുക്കാം.
പിന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ചുരിദാറാണ്, റഫായിട്ട് ഉപയോഗിക്കുന്ന ചുരിദാറാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണതിന് നല്ലത്. അപ്പോൾ ഞാൻ അതിൻ്റെ അരികത്ത് കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദേ ഫ്രണ്ടിലെ നെക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ ബാക്കിലെ നെക്കാണ്. ബാക്കിലെ നെക്ക് 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുക, ഒരു 4 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കണില്ല കേട്ടോ, മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ നെക്കിൻ്റെ ഷേപ്പ് ഇവിടെ വെച്ച് ആ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഷേപ്പ് വെച്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ രണ്ടാമത്തെ രീതി ഇതാണ്, നെക്ക് കട്ട് ചെയ്യാണ്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് എപ്പോഴും ഏറ്റവും നല്ല മെത്തേഡ് ഈ രണ്ടാമത് പറഞ്ഞതാണ്. അപ്പോൾ കഴുത്ത് വലിഞ്ഞു പോകെ മലന്ന് പോകെ ഷേപ്പ് വ്യത്യാസം വരെയൊന്നുമില്ല. ക്യാൻവാസിലാണ്ട് തയ്ക്കുമ്പോൾ നമുക്കെപ്പോഴും നല്ല മെത്തേഡ് ഇത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, നമ്മൾ ഫ്രണ്ട് നെക്കിനെ അപേക്ഷിച്ച് ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ തയ്ക്കണത്. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് 3 ഇഞ്ചിലല്ലേ മാർക്ക് ചെയ്തേക്കണത്. ആ 3 ഇഞ്ചിൽ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യണത്. ആ സമയം ഫ്രണ്ടിൽ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിൽ കൂടെ കട്ട് ചെയ്തിട്ട് 3.25 ഇഞ്ചിലാണ് നമ്മൾ തയ്ച്ചെടുത്തത്. ഇതിപ്പോൾ കറക്റ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിൽ കൂടെ തന്നെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കുറച്ച് ഇപ്പുറത്തേക്ക് നീക്കിയിട്ടിട്ട് വേണ്ടേ കട്ട് ചെയ്യാൻ. അപ്പോൾ 2.25 ഇഞ്ച് വിട്ടാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ 4 ഇഞ്ച് വെച്ച് കുറച്ചെടുക്കണത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ ബാക്കിലെ നെക്കൊരു മൊത്തത്തിലൊരു 1/2 ഇഞ്ച് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ കഴുത്ത് മലന്ന് പോകാണ്ട് കിട്ടും. ബാക്ക് ഇത്തിരി ഇറക്കുമ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് കുറക്കണത് എപ്പോഴും നല്ലതാണ്. ഇത്തിരി ഇറക്കണം എന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു 4 ഇഞ്ച് ഇറക്കിയിട്ടുള്ളൂ. എനിക്കൊരു 1/2 ഇഞ്ച് കുറക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചുരിദാറിന് ചെയ്യുന്നൊരു ടിപ്പാണ് ഞാനിവിടെ പറഞ്ഞത്. ഫ്രണ്ട് നെക്കിനെ അപേക്ഷിച്ച് ബാക്ക് നെക്ക് ഒരു 1/2 ഇഞ്ച് വിട്ട് കുറച്ചാണ് ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു വേറെ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 4 ഇഞ്ച് ബാക്കിലെ പീസിന് മാത്രം 4 ഇഞ്ച് കൂടുതൽ വരും. ആ കൂടുതലുണ്ടെ നമുക്ക് ഇത്തിരി മുകളിൽ നിന്ന് വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. താഴത്തേക്ക് അതേ ഷേപ്പിൽ വെട്ടരുത്, മുകളിൽ നിന്ന് മാത്രം അങ്ങനെ വെട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ദേ ആ മാർക്കിൽ കൂടെ വേറൊരു പീസ് വെച്ച് ബാക്കിനൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പിട്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണം. ഇനി കഴുത്തിൻ്റെ പീസുമ വേണമെങ്കിൽ നമുക്ക് പതിച്ച് വേണമെങ്കിൽ അടിക്കണവർക്ക് ഈ സമയത്ത് അടിക്കാം. ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാണ് പീസ് മറിച്ചിട്ട് മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ പതിച്ചടിക്കണില്ല. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യും, എന്നിട്ടാണ് ഇനി കഴുത്തിന് പതിച്ചടിക്കുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ 2 പറഞ്ഞ രീതിയും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഞാൻ എന്തായാലും ഈ വീഡിയോ ഞാൻ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണേ. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.